ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. സംസ്ഥാന ഹോം സ്റ്റേ ടൂറിസം കോൺക്ലേവ് ജനുവരി 29 കൊച്ചിയിൽ സംഘടിപ്പിക്കും. സംസ്ഥാന ഹോം സ്റ്റേ ടൂറിസം കോൺക്ലേവ്സ് ജനുവരി 29 കൊച്ചിയിൽ നടക്കും. ലക്ഷ്യം ടൂറിസം മേഖലയിലെ തൊഴിൽ മുന്നേറ്റമാണെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ എറണാകുളം അബാദ് ഹോട്ടലിലാണ് പരിപാടി നടക്കുന്നത്. അടുത്ത 3 വർഷത്തേക്ക് കേരള ഹാർട്സ് വിഭാവനം ചെയ്യുന്ന കർമ്മ പദ്ധതികളുടെ വിശദമായ രൂപരേഖ കോൺക്ലേവിൽ അവതരിപ്പിക്കും. തൊഴിൽ തേടി വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന യുവാക്കളെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിനും അവർക്കായി പുത്തൻ സംരംഭക സാധ്യതകൾ ഒരുക്കുന്നതിനും മുൻഗണന നൽകും. നിലവിൽ സംസ്ഥാനത്തുള്ള 1162 ഹോം സ്റ്റേകളുടെ എണ്ണം വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ 3 വർഷത്തിനുള്ളിൽ 3000 ഉയർത്താൻ കേരള ഹാർട്സ് ലക്ഷ്യമിടുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. കൃഷി ആദായകരമല്ലാത്ത സാഹചര്യത്തിൽ കൃഷിയും ടൂറിസവും സംയോജിപ്പിച്ചിട്ടുള്ള ഗ്രീൻ ഫാം കേരള പദ്ധതിക്ക് പരിശീലനം നൽകും. നിലവിൽ 4 ഹോം സ്റ്റേകൾക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ളത്. നിയമപരമായ തടസ്സങ്ങൾ നീക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. കൂടുതൽ യുവാക്കൾക്ക് ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കും വിധം ഹോം സ്റ്റേ ക്ലാസിഫിക്കേഷൻ നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്താൻ സംഘടന ആവശ്യപ്പെടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രകൃതി വിഭവങ്ങളെ ഉത്തരവാദിത്തത്തോടെ പ്രയോജനപ്പെടുത്തി വിനോദസഞ്ചാരികൾക്ക് കേരളീയ കുടുംബ പശ്ചാത്തലത്തിൽ താമസ സൗകര്യം ഒരുക്കുമെന്നാണ് പദ്ധതിയുടെ കാതൽ. പത്രസമ്മേളനത്തിൽ കേരള ഹാർട്സ് ചെയർമാൻ MP ശിവദത്തൻ, റാഫേൽ ഹെർബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ഹോം സ്റ്റേ ടൂറിസം കോൺക്ലേവ് 2026 ജനുവരി മാസം 29-ാം തീയതി ഹോട്ടൽ അബാദ് പ്ലാസയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏകദേശം 1500ഓളം ഹോം സ്റ്റേകളാണുള്ളത്. ആ ഹോം സ്റ്റേകളെ വികസിപ്പിച്ച് അതിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഉദ്ദേശത്തിലാണ് ഈ കോൺക്ലേവ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള ഹാറ്റ്സ് ആണ്. കേരള ഹാറ്റ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ ന്യൂസ് ബ്യൂറോ, കൊച്ചി.